ഹായ് ഡിയേഴ്സ്, അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റീവ് മോർണിംഗ് റൊട്ടീൻ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഫക്റ്റീവ് മോർണിംഗ് റൊട്ടീൻ വീഡിയോ, സ്ട്രെസ് ഫ്രീ മോർണിംഗ് റൊട്ടീൻ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിനില്ലേ കുറേ കാലം മുമ്പേ. അപ്പോൾ അതിലേക്കൊന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹാബിറ്റ്സിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. ഇപ്പം ഏകദേശം ഒന്ന് സ്റ്റേബിളായി എന്ന് പറയാം. അപ്പോൾ എനിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ, കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ ചെയ്ത് അതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടി, ഡോക്ടറെ കാണിച്ച്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആകെ മൊത്തം ടോട്ടൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കുറേ ആൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കുറേ ആൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണീക്കുക എന്നുള്ളത് ആ ഒരു ശീലത്തിൽ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ശീലത്തിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു പാടാണല്ലേ. ആ ഒരു ഇനീഷ്യൽ എഫേർട്ട് കുറച്ചൊന്ന് അധികം എടുത്തു കഴിഞ്ഞാലേ പിന്നെയും ആ ഒരു റൊട്ടീനിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്ട്രഗിളിൻ്റെ ഫലമായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം കുറച്ച് നേരത്തെ എണീക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നേരത്തെ എണീറ്റ് ആ ഒരു കിച്ചണിലുള്ള കർട്ടനും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി ആ ഒരു കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞ് ആ കർട്ടൻ ഇടുന്ന സമയത്ത് ഒരു മൂടിയ പോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. രാവിലെ ആ ജനൽ തുറന്നിട്ടാലൊന്നും ആ ഒരു കാറ്റോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ വാതിലും നമുക്ക് തുറന്നിടാൻ പറ്റില്ലല്ലോ ഈ ഒരു സമയത്ത്, ഒരു ഇരുട്ട് പിടിച്ച സമയത്ത്. അപ്പോൾ ജനൽ തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു കുമിർച്ചയാണ്. അപ്പോൾ ഞാൻ കർട്ടനൊക്കെ മാറ്റി ഇപ്പോൾ ആ ഒരു ജനൽ അങ്ങോട്ട് തുറന്നിട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല തണുത്ത ഒരു കാറ്റും കൂടി വരാനുണ്ട് കേട്ടോ. അതും കൊണ്ട് മുഖത്തേക്ക് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സെറ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും കേട്ടോ. പെട്ടെന്ന് അടുക്കളയിൽ കയറി ഷടപടയെന്ന് കാര്യങ്ങൾ തീർക്കുക. പണ്ടൊക്കെ ഞാൻ അങ്ങനെയാണ് കേട്ടോ. പെട്ടെന്ന് വേഗം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ ഒതുക്കി വെക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടില്ല. ഇപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു ദിവസം ഒന്ന് വിഷ്വലൈസ് ചെയ്യും, എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് ചെയ്ത് തീർക്കാനുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടു ഡു ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ടാവും തലേന്ന് തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് മറച്ചിട്ടിട്ട് ആ ഒരു ദിവസം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊന്ന് വിഷ്വലൈസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിന് എല്ലാം കൂടി ആയിട്ടൊരു 15 മിനിറ്റ് 20 മിനിറ്റ് എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സമയം ഒരു 2-3 ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ സാവധാനമാണ് ഞാനിപ്പോൾ അടുക്കളയിലേക്ക് കയറല്. അപ്പോൾ അങ്ങനെ അടുക്കളയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെയുള്ള പണി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുക്കിംഗ് ആണ്. ഈ ഒരു സമയത്ത് രാവിലത്തെ ഈ ഒരു കുക്കിങ്ങിൻ്റെ സമയത്ത് തന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള കുക്കിങ്ങിൻ്റെ കാര്യങ്ങളും കൂടി ഒതുക്കി വെക്കലുണ്ട് കേട്ടോ. പിന്നെ അതിനായിട്ട് വേറൊരു സമയം അടുക്കളയിൽ കയറിയിട്ട് അത് എനിക്കൊരു ഇരട്ടിപ്പണിയായിട്ടാണ് തോന്നല്. ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. ചില ആൾക്കാർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ ആ ഒരു 12 മണി 12:30 ആ ഒരു സമയത്ത് അടുക്കളയിൽ കയറിയിട്ട് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കേണ്ടതായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ ഒരു ഫസ്റ്റ് ഈ രാവിലത്തെ ആ ഒരു കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ചോറൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കഴിക്കാമെന്നല്ലാണ്ട് പിന്നെ അടുക്കളയിലേക്കുള്ള പരിപാടിയില്ല. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു റൊട്ടീൻ, എൻ്റെ ഒരു അടുക്കളയിലുള്ള ആ ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇന്ന് കുഴക്കട്ടയാണ്. അപ്പോൾ അതിനുള്ള ഈ ഇതുണ്ടാവല്ലോ പത്തിരിപ്പൊടി, അപ്പോൾ പൊടിയൊക്കെ കുഴച്ച് വാട്ടി വെച്ച് ചൂടുവെള്ളത്തിൽ നല്ല തിളച്ച വെള്ളത്തിൽ പൊടിയൊക്കെ അങ്ങോട്ട് വാട്ടി വെച്ച്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയൊരു ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ നടത്തം. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ വീട്ടിൽ തന്നെ അടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എൻ്റെ ഒരു റൊട്ടീൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ രാവിലെയുള്ള ഈ പരിപാടിയും അടുക്കളയിൽ നിന്നുള്ള തിരിഞ്ഞുകളി പരിപാടിയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ അങ്ങോട്ട് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു വാതിലടയ്ക്കലാണ്. ആ വാതിലടച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പിന്നെ നമ്മൾക്ക് ആ ഒരു എഡിറ്റിംഗ് ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന പരിപാടിയില്ല. അഥവാ അലക്കാനുള്ളതൊക്കെ അലക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്. വെയിലായി കഴിഞ്ഞാൽ വെയിലിൻ്റെ ആ ഒരു ചൂടാകുമ്പോഴത്തേക്ക് പിന്നെ പുറത്തിറങ്ങാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പം പിന്നെ വിചാരിക്കും അലക്കലൊക്കെ കഴിഞ്ഞാൽ അത് പിന്നെ ഇപ്പോൾ വൈകുന്നേരം അങ്ങോട്ട് ആറിടാന്ന് വിചാരിച്ചിട്ട് ആ ഒരു എക്സ്ക്യൂസും കണ്ടുപിടിച്ചിട്ട് അത് അവിടെ വെക്കും. പിന്നെ വൈകുന്നേരം വെയിലൊക്കെ പോയി കഴിഞ്ഞ് വൈകുന്നേരമാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓർക്കുള്ള ചായൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെയും അകത്ത് തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അടുക്കളയിൽ തന്നെയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഡിന്നർ കുക്ക് ചെയ്യും. അപ്പോൾ പുറത്തേക്കുള്ള ആ പുറമേ ആയിട്ടുള്ള ആ ഒരു ടച്ച് തീരെ ഇല്ല. എൻ്റെ ആ ഒരു റൊട്ടീൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പം എല്ലാ കാര്യങ്ങളും ഞാനായിട്ട് വരുത്തി വെച്ചെന്നുള്ള രീതിയിലേക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന പരിപാടി. അപ്പോൾ അതൊക്കെ ഞാൻ വിസ്തരിച്ച് പറയാം. അപ്പോൾ നമ്മൾ മോർണിംഗ് റൊട്ടീനിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അടുക്കളയിലുള്ള ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതാ ഏട്ടനും റെഡിയായി കഴിഞ്ഞാൽ ഞങ്ങളിതാ പുറത്തേക്ക് പാല് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ പാല് വാങ്ങലും നടക്കലും ഒരു വെടിക്ക് 2 പക്ഷി. സൊസൈറ്റിയിലുണ്ട് പാലുണ്ടാവും. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് കുറച്ച് നടക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് പാല് വാങ്ങിക്കൊണ്ടുവരും. അപ്പോൾ നടത്തൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴത്തേക്ക് 7 മണി 7:15 ആ ഒരു സമയമാവും കേട്ടോ. അപ്പോഴത്തേക്ക് നന്ദൂട്ടനൊക്കെ എണീറ്റ് പത്രം വായനയൊക്കെ കഴിഞ്ഞോ എന്തെങ്കിലും എഴുതാനോ എന്തെങ്കിലും പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. ശിഖമോള് ഞങ്ങൾ വന്നു കഴിഞ്ഞാലാണ് കേട്ടോ എണീക്കൽ. ഒരു 7:30 ആകുമ്പോഴാണ് ശിഖമോൾ എണീക്കാം.
അപ്പോൾ പിന്നെ വേഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടാണ് പോവുക, അല്ലെങ്കിൽ ഒരു ജാതി മടിയായിരിക്കും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്കി പരിപാടി അങ്ങോട്ട് ചെയ്യും, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചോറിൻ്റെ പരിപാടിയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ കുഴക്കട്ടയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിനി. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂട് കഴിഞ്ഞ് ഒന്ന് സെറ്റായി വന്ന സമയത്ത് അതൊക്കെ ഒന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കുക എന്നുള്ള പരിപാടിയാണ്. കേട്ട് നിങ്ങളും പറഞ്ഞ് ഞാനും മടുത്തൊരു കാര്യമാണല്ലേ ഈ മൂഡ് സ്വിങ്സ് വരിക. ഒന്നിനൊരു മൂഡില്ല, വീഡിയോ ഇടാൻ ഉഷാറില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയണ സമയത്തും നിങ്ങൾ ഇതുപോലെ അബി എത്ര ദിവസമായി കണ്ടിട്ട് വീഡിയോ ആയിട്ട് വാ അബി എന്ന് പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്യണ സമയത്തും അതിനൊന്നും റെസ്പോണ്ട് ചെയ്യാണ്ട് ഞാൻ എന്താണെന്നറിയാത്ത ഇങ്ങനെ എന്താ പറയുക, ചേത്താനും കടലിനും നടുവിലുള്ളൊരവസ്ഥ എന്ന് പറയില്ല, ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇതെന്തായാലും ഇതിനൊരു തീരുമാനം വേണമെന്ന് അങ്ങനെ തീരുമാനിക്കും. പിന്നെ അതുപോലെ ഡോക്ടറെ കാണിക്കുക എന്നുള്ള തീരുമാനം എടുക്കും. കുറേയൊക്കെ നമുക്ക് അങ്ങനെ ഒരു ശീലമുണ്ട് അല്ലേ, എന്തെങ്കിലും സൂക്കടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളായിട്ടൊന്ന് ചികിത്സിച്ച് നോക്കും. കുറേ കാലം അങ്ങനെ ചികിത്സിച്ച് നോക്കും. നമ്മൾ MBBS MD ഒക്കെ എടുത്ത് ഭയങ്കര ആൾക്കാരാണ് വന്നേരം. അപ്പോൾ അതൊക്കെ കയ്യിൽ നിന്ന് പോയി കിടക്കുന്ന അവസ്ഥ വന്ന സമയത്ത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നുള്ള ഒരു ഘട്ടം വന്ന സമയത്ത് ഡോക്ടറെ കാണിക്കുക എന്നുള്ള തീരുമാനം എടുത്ത് അങ്ങനെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ ഈ ഒരു കാര്യത്തിന് എന്തായാലും ഒരു തീരുമാനം എടുക്കണമല്ലോ. അപ്പോൾ ഡോക്ടർ ഒരു 7ഓളം ടെസ്റ്റും ഒരു സ്കാനിങ്ങിനൊക്കെ എഴുതിയിട്ട്, അപ്പോൾ ആ ടെസ്റ്റും സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതൊക്കെ കാണിച്ച് അതിൻ്റെ റിസൾട്ട് കിട്ടി ഡോക്ടറെ കാണിച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് എനിക്ക് സംഭവിച്ചെന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നിപ്പോൾ ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ കുറേ ആൾക്ക് ഇത് ഉപകാരമാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാണ്ട് ഡോക്ടറെ കാണേണ്ടത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഈ പ്രൊലാക്റ്റിൻ അതുപോലെ തന്നെ ഹോർമോൺസിൻ്റെ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, ഒരു 7ഓളം ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, വൈറ്റമിൻ ഡിൻ്റെ ടെസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ തൈറോയിഡ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റ് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് സ്കാനിങ്ങിൻ്റെ PCOD സംബന്ധമായിട്ട് സ്കാനിങ്ങിൻ്റെ കാര്യങ്ങൾ അതൊക്കെ ചെയ്ത് അപ്പോൾ ഇതിൽ കണ്ടുപിടിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ളതാണ്. ഒരു മോഡറേറ്റ് ലെവലിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എനിക്ക് ഉണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിച്ച കാര്യം. അപ്പോൾ ഇവനാണ് വില്ലൻ. അപ്പം ഈ മൂഡ് സ്വിങ്സിനൊക്കത്തിന് കാരണം ഇവനാണ് എന്നുള്ളതാണ്. പിന്നെ ഹോർമോണൽ ചേഞ്ച് PCODൻ്റെ ഭാഗമായിട്ടുള്ളതും ഉണ്ട്. പക്ഷേ മെയിൻ ആയിട്ടുള്ള വില്ലൻ എന്ന് പറയുന്നത് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൊറോണയൊക്കെ കഴിഞ്ഞ ഈ ഒരു സമയത്ത് കുറേ ആൾക്കാർ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കാലമൊക്കെ ആയിട്ട് നിൽക്കുന്നതും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റൊക്കെ ആയിട്ട് ഇപ്പം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എല്ലാവർക്കും എന്താ പറയുക നോർമലായിട്ട് ഇപ്പോൾ അധികം ആൾക്കാർക്കും ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുന്ന ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ അടുത്ത് പോയിട്ട് ചെക്ക് ചെയ്ത് അതിനുള്ള സപ്ലിമെൻറ്റ്സ് നമ്മൾ എടുക്കണം. അപ്പോൾ ഈ വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ കിട്ടും നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന ഒരു കാര്യമാണല്ലേ. 80% സൂര്യപ്രകാശം വഴി കിട്ടുന്ന ഒരു സംഗതിയാണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. 20% മാത്രമേ നമ്മളെ ഭക്ഷണം വഴി നമ്മളെ ശരീരത്തിന് അത് കിട്ടുള്ളൂ. നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ഭക്ഷണം വഴി 20% നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ വൈറ്റമിൻ ഡീനെ ഈ വെയിൽ കൊണ്ടാൽ തീരുന്ന പ്രശ്നമല്ലേ എന്ന് വിചാരിച്ചിട്ട് നിസ്സാരമായിട്ട് പറഞ്ഞ് തള്ളിക്കളയണ കുറേ ആൾക്കാരുണ്ട്. ഇതാണ് ഇപ്പോൾ ഇത്ര വലിയ കാര്യം, അത് കുറച്ച് സമയം വെയിൽ കൊണ്ടാൽ പോരെ, വീട്ടിൽ കയറി കുത്തിരുന്നിട്ടല്ലേ കുറച്ച് സമയം വെയിൽ കൊണ്ടാൽ പോരെ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മോഡറേറ്റ് ഡെഫിഷ്യൻസി ആണോ അല്ലെങ്കിൽ ഹെവി ഡെഫിഷ്യൻസി ആണോ എന്നുള്ളത് നോക്കി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ സപ്ലിമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കൂട്ടാൻ പറ്റുള്ളൂ. കൂട്ടിക്കഴിഞ്ഞ് പിന്നെ ആ ഒരു ഡോസേജ് ഡോക്ടർ പറയുന്ന ആ ഒരു ഡോസേജ് സപ്ലിമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെയിലൊക്കെ കൊണ്ട് അത് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ഇതിപ്പോൾ ഞാനിങ്ങനെ ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല, ഞാൻ MBBS MD ഒന്നും കഴിഞ്ഞ ഒരാളെന്നല്ല. എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ, നമുക്ക് ഒരു അനുഭവം വരുന്ന സമയത്തല്ലേ നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കുക. ആ ഒരു സാഹചര്യം വരുന്ന സമയത്താണ് നമ്മൾ അതിനെ കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ അറിയാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തത് എനിക്ക് വന്നൊരു കാര്യം ശരീരവേദനയാണ്. ശരീരത്തിലേക്ക് ഈ കാൽസ്യം അബ്സോർബ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ആ ആൾ നമ്മളെ കയ്യിലില്ല, നമ്മളെ അടുത്തില്ലല്ലോ. അപ്പോൾ ഈ വേദന ഉണ്ട്, എവിടെ തൊട്ടാലും വേദനയാണ്, ഒന്ന് തട്ടിപ്പോയാൽ വേദനയാണ്, ഇങ്ങനെ വേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാൽഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ കാൽഷ്യത്തിൻ്റെ സപ്ലിമെൻ്റ് എടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന് പറയാൻ കാരണം ഈ കാൽസ്യം നമ്മളെ ഉള്ളിലേക്ക് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി വേണം. അപ്പോൾ ആ ആൾ നമ്മളെ കൂടെ ഇല്ല. അപ്പോൾ പിന്നെ ആ ശരീരവേദന മാറാണ്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ ഈ തടി വെക്കുക, തടി കുറയാം. ചില സമയം ഭയങ്കരമായിട്ട് തടി വെക്കും, ചില സമയം ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. അപ്പോൾ ഈ ഡൈജഷൻ പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ പറയുന്ന വൈറ്റമിൻ ഡി അതിനും വേണം. അപ്പോൾ ഈ ഡൈജഷൻ തകരാറാവുമ്പോൾ ചില ആൾക്കാർക്ക് വല്ലാണ്ട് മെലിയും, ചില ആൾക്കാർ വല്ലാണ്ട് തടിക്കും. അപ്പോൾ അതാണ് വേറൊരു കാര്യം. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മൂഡ് സ്വിങ്സ്, മൂഡ് സ്വിങ്സ് കഴിഞ്ഞ് ഡിപ്രഷൻ ലെവലിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ ലോ എനർജി, മടി, ഇവരെയൊക്കെ വരവോടെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ വട്ടപൂജയാവുന്നുള്ളതാണ്. ഒരു ശോക ഫീല്, പിന്നെ എല്ലാത്തിനോടുള്ളൊരു ദേഷ്യം. കാരണം ഉണ്ടോയെന്ന് വെച്ചാൽ കാരണമില്ല, വെറുതെ കുത്തിരുന്ന് പയ്യ കരയും പോലെ അങ്ങോട്ട് കരയുക. എക്സ്ട്രീം ലെവൽ മടി, നിന്നോണ്ട് ഉറങ്ങിപ്പോണ അവസ്ഥയില്ല, അങ്ങനൊരവസ്ഥ.
വീഡിയോ വേണം അബി ഇപ്പം വല്ലാണ്ട് മടിച്ചാവുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളെ കമൻറ്റ് കാണുമ്പോൾ അത് വായിക്കുമ്പോഴും ചെറുതായിട്ടെങ്കിലും ആ വായിക്കുന്ന സമയത്ത് എനിക്കൊരു ആശ്വാസമൊക്കെ തോന്നലുണ്ട്. എന്നെ പരിഗണിക്കാനും എന്നെ കാത്തിക്കാനും ഇങ്ങനെ ആൾക്കാരുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു ആശ്വാസമല്ലേ. പെട്ടെന്ന് ആ ഒരു ഊർജ്ജം അങ്ങോട്ട് കയറും, ആ ഒരു ത്വര അങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെയൊന്നും പോയാൽ ശരിയാവില്ല എന്നുള്ളൊരു തോന്നൽ അങ്ങോട്ട് ഉച്ചസ്ഥായിലെത്തുക. മാക്സിമം ഒരു 5 മിനിറ്റ് ദാ ശങ്കരൻ പിന്നെയും തെങ്ങുമ്പോൾ തന്നെയെന്ന് പറഞ്ഞ അവസ്ഥയാവും. തെങ്ങുമ്പോൾ കയറി തേങ്ങ പറിച്ചാൽ അതൊരു ഉപകാരത്തിനാണെന്ന് പറയാം. പക്ഷേ ഇത് അവിടെ എത്തിയിട്ട് അവിടുന്ന് മേലോട്ട് നോക്കിയിട്ട് കഞ്ചാവ് അടിച്ച പോലെയുള്ള നിപ്പായിരിക്കും. അപ്പം പിന്നെ എങ്ങനെ ഉണ്ടാവും അവസ്ഥ? ഇപ്പറഞ്ഞ അവസ്ഥേൻ്റെ കാരണക്കാരനും അതിൻ്റെ കറുത്ത കൈകളും നമ്മളെ വൈറ്റമിൻ ഡി അളിയൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളെ പ്ലഷർ ഹോർമോൺ നമ്മളെ ബ്രെയിനിലേക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വൈറ്റമിൻ ഡിയും കൂടി ആവശ്യമാണ്. അപ്പോൾ ഈ ടീം ആവശ്യത്തിന് നമ്മളെടുത്തില്ലല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ സ്മാർട്ടായിട്ട് അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ഇരിക്കും? എപ്പോഴും ഒരു ഉറക്കുങ്ങിയ അവസ്ഥ തന്നെയായിരിക്കും നമ്മളൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അല്ലേ. ഈ സ്വിച്ച് ഇട്ട പോലെ മൂഡിങ്ങനെ മാറി മാറി വരുന്നൊരവസ്ഥ. പിന്നെ ഹെവി ആയിട്ടുള്ള ഹെയർ ഫോള്, അതാണ് അടുത്ത വില്ലെന്ന് പറഞ്ഞാൽ. മുടി തൊടാൻ തന്നെ പേടിയാവുന്ന ഒരവസ്ഥ, കണക്കില്ലാണ്ട് മുടി ഒഴിയാം, മുടി തിന്നായി പോവാം, നമ്മളെ നെറുന്തലേക്ക് ഇങ്ങനെ കാണുകയെന്ന് പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അതും നമ്മളെ വൈറ്റമിൻ ഡിൻ്റെ സ്നേഹോപഹാരമാണ്. പിന്നെ അത് കൂടാണ്ട് ഇമ്മ്യൂണിറ്റി പവർ ലോ ആവുക. അപ്പോൾ ഇവൻ വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ അടപടലം നമ്മളെ തകർക്കാൻ, എല്ലായിടത്തുനിന്നും പണി തരാൻ, അതും 8ൻ്റെ അല്ല 16ൻ്റെ പണി തരാൻ കഴിവുള്ള ആളാണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ഒരിക്കലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാണ്ട് ഡോക്ടറെ കണ്ട് നമ്മൾ സപ്ലിമെൻ്റ് എടുത്ത് അത് കൺട്രോളിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ഇളം വെയിൽ കൊള്ളണം, വൈറ്റമിൻ ഡി കിട്ടുക ഇളം വെയിൽ കൊള്ളണം എന്നൊക്കെ പണ്ടുള്ള ആൾക്കാർ പറയലുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയല്ല എന്നാണ് ഡോക്ടർ പറയണത് കേട്ടോ. രാവിലെ 11 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ 15 മിനിറ്റ്, അതും ഒരൊറ്റയടിക്ക് 15 മിനിറ്റ് നിന്ന് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചൂടിലൊക്കെ ആ വെയിൽ കൊണ്ടാലുണ്ടല്ലോ ഈ ഉണക്കമീൻ പോലെയായി പോകും. അപ്പോൾ അങ്ങനെയല്ലാണ്ട് ഒരു 3-4 മിനിറ്റ് വെയിൽ കൊള്ളുക, എന്നിട്ട് അങ്ങോട്ട് വന്നിട്ട് ഇടവിട്ട് അങ്ങനെ ഡെയിലി വെയിൽ കൊണ്ടിട്ട് ആ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ആ ഒരു വെയിൽ 11 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ കൊള്ളുക എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞൊരു കാര്യം. അപ്പോൾ എൻ്റെ ഒരു റൊട്ടീൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു കുട്ടികൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ പോക്കാണ് എൻ്റെ കാര്യം. പിന്നെ ആ വീട്ടിൻ്റെ ഉള്ളിൽ കുത്തിരുന്ന് നമ്മളെ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് നമ്മൾ പുറത്ത് ആ ഒരു സൂര്യപ്രകാശം ഏൽക്കാനുള്ള ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കണില്ല. ഒന്നാമത് ആ ഒരു മടിയുണ്ട്, ആ ഒരു വെയിൽ കൊള്ളണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു മടിയുണ്ട്. അങ്ങനെ കുറേ കാലങ്ങളായിട്ട് ഞാൻ സ്വരുക്കൂട്ടി കൊണ്ടുവന്ന ഒരു വില്ലനാണ് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയിട്ട് എനിക്ക് വന്നൊരു കാര്യം. അപ്പോൾ ഇതാ ഇപ്പം സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈറ്റമിൻ ഡീൻ്റെ സപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒന്നായിട്ട് 4 സാഷിയ പോലെയുള്ള സംഗതി ഉണ്ട്. അപ്പോൾ അത് വെള്ളത്തിൽ കുടിക്കുക എന്നുള്ളതാണ് ഇപ്പം ഡോക്ടർ തന്നൊരു കാര്യം. അപ്പം അത് 4 കുടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 കൂടി നമുക്ക് എഴുതാം. മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കിയിട്ട് 2 കൂടി എഴുതാം. അപ്പം 6 ആഴ്ചയാക്കിയിട്ട് അങ്ങനെ എഴുതാമെന്നാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം. അപ്പോൾ 2 പ്രാവശ്യം ഇപ്പം 2 ആഴ്ചയായിട്ട് കുടിച്ച് കഴിഞ്ഞു. അപ്പം ഇപ്പം തന്നെ എനിക്ക് നല്ലൊരു മാറ്റം തോന്നുന്നുണ്ട്. മുടി കൊഴിച്ചിലാണെങ്കിലും എൻ്റെ ആ ഒരു മൂഡ് സ്വിങ്സിലാണെങ്കിലും ഒക്കെ നല്ലൊരു മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ. ഒരു ഉഷാറായി വരികയെന്ന് അറിയില്ലേ, ആ നിന്നോണ്ട് ഉറക്കുന്ന അവസ്ഥയില്ലേ, അതിനൊരു മാറ്റം വന്നെന്ന് പറയട്ടോ. നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു പരിധി വരെ ആ ഒരു മൂഡ് സ്വിങ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാത്തവരുണ്ട്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് അതിനുള്ള സപ്ലിമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. വെറും വെയിൽ അതുകൊണ്ട് അത് ക്രമപ്പെടുത്തി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ അത് മോഡറേറ്റ് ആണോ അല്ലെങ്കിൽ സിവിയർ ഡെഫിഷ്യൻസി ആണോ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള സപ്ലിമെൻ്റ് എടുത്തിട്ടില്ല, വെറും വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ മാത്രം ചിലപ്പോൾ അത് നമുക്ക് ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പം സപ്ലിമെൻ്റ് എടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ സപ്ലിമെൻ്റ് എടുത്ത് അതിനനുസരിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യണം. ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് വലിയൊരു വില്ലനാണ്. നമ്മളെ ജീവിതം തന്നെ നമ്മളെ മാറ്റിമറിക്കാൻ പറ്റുന്ന ആ ഒരു മൂഡ് സ്വിങ്സിൽ നിന്ന് ഡിപ്രഷൻ ലെവലിലേക്കൊക്കെ എത്തുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം അത് ഉറപ്പായിട്ട് നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ നിർബന്ധമായിട്ട് നിങ്ങൾ കാണിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ കേട്ടോ. പിന്നെ ആയുർവേദമാണോ നല്ലത് അബീന്ന് ഒരു കമൻറ്റ് വന്നിന് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഞാനൊരു കമൻറ്റ് കണ്ടിന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഓരോരുത്തരുടെ ശരീരത്തിലും ചിലപ്പം ഇംഗ്ലീഷ് മെഡിസിൻ ആയിരിക്കും കുറച്ചും കൂടി പെട്ടെന്ന് ഫലിക്കുക, ചിലപ്പം ആയുർവേദം ചില ആൾക്കാർക്ക് പറ്റുക. അപ്പോൾ എനിക്ക് ആയുർവേദം കുടിച്ചിട്ട് നല്ലൊരു മാറ്റം തോന്നുന്നുണ്ട്. പക്ഷേ വയറ് വല്ലാണ്ട് ഇങ്ങനെ വീർത്ത ആ ഒരു ഫീല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഡോക്ടറോട് പറഞ്ഞ സമയത്ത് ഡോക്ടർ കുറച്ച് മുന്തിരി ഉണ്ടാവില്ല നമ്മളെ കറുത്ത മുന്തിരി, അത് കഴിക്കാൻ വേണ്ടി പറഞ്ഞ്. അപ്പോൾ
അപ്പോൾ അത് കഴിച്ച് തുടങ്ങിയതിന് ശേഷം പിന്നെ ആദ്യം ഡോക്ടർ ഉറുമാമ്പഴം കഴിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് ഉറുമാമ്പഴം കഴിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ HB ലെവൽ നോക്കിയ സമയത്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ സമയത്ത് വലിയൊരു കുറവായിട്ടൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉറുമാമ്പഴം ചില ആൾക്കാർക്ക് വയറ് വല്ലാണ്ട് ഇങ്ങനെ വീർത്ത പോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. അപ്പോൾ അതുകൊണ്ട് ഉറുമാമ്പഴം ഇനി കഴിക്കണ്ട. നമ്മളെ കറുത്ത മുന്തിരി ഉണ്ടാവില്ല, അതൊരു 15 എണ്ണം ഒരു ദിവസം കഴിക്കുക. അതിപ്പോൾ ഏത് സമയത്താണെങ്കിലും ഒരു 15 എണ്ണം ഒരു ദിവസം കഴിച്ചാൽ ആ ഒരു ഇതിന് മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പം അതിനൊരു മാറ്റം വന്ന് അപ്പോൾ ആയുർവേദം എനിക്ക് കുറച്ചും കൂടി ഒന്ന് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടോ. ആയുർവേദത്തിലുള്ള മരുന്ന് കഴിക്കണതിനെ കൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഒന്ന് എഫക്റ്റീവായിട്ട് തോന്നി. മുഖത്തൊക്കെ ഒരു തെളിച്ചം വന്ന പോലെയൊക്കെ തോന്നിയിട്ട് ഒരു ഇരുണ്ടൊരു അവസ്ഥയാണ് എനിക്ക്. മുഖം മൊത്തത്തിലൊരു ഇരുണ്ട് കൂടിയൊരു അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ മാറി. അത് പിത്തത്തിൻ്റെ ഇതുള്ളതുകൊണ്ടാണ് അങ്ങനെയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതിനൊരു പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു 11 മണിക്ക് പൊടി കലക്കിയിട്ട് അത് ആറി കഴിഞ്ഞതിന് ശേഷം അത് കുടിച്ച് കഴിഞ്ഞപ്പം ഒരു 3-4 പ്രാവശ്യം അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു മാറ്റിൻ്റെ മുഖത്ത് കാണാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ കാണിക്കുന്നത് ബബിത ഡോക്ടറെയാണ് കേട്ടോ. ബബിത ഡോക്ടർ ഈ വടകര പഴയ സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടാണ് ബബിത ഡോക്ടർ ക്ലിനിക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ. പിന്നെ ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾക്ക് എനിക്കായിട്ടൊരു സമയം എനിക്ക് കണ്ടെത്താൻ പറ്റുന്നതിനെ കൊണ്ട് തന്നെ അതിൻ്റെ ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി മുതൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ലോങ് വീഡിയോസ് ആയിട്ടും ബാക്കിയുള്ള ദിവസങ്ങളിൽ കഴിയണ പോലെ ചെറിയ മിനി വ്ളോഗ് പോലെ ഷോർട്ട് വീഡിയോ ആയിട്ടും ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. പുതിയ വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.